ഭഗവത്ഗീതയിലെ 3-ാം അധ്യായം കർമ്മയോഗം എന്നറിയപ്പെടുന്നു. ഫലത്തെക്കുറിച്ച് ആകുലപ്പെടാതെ കടമ എന്ന നിലയിൽ ഭഗവാൻ അർപ്പണമായി കർമ്മങ്ങൾ ചെയ്യുന്നത് എങ്ങനെയാണെന്നും കാമം എങ്ങനെയാണ് ജ്ഞാനത്തെ മറയ്ക്കുന്നതെന്നും ഈ അധ്യായം വിശദീകരിക്കുന്നു. അർജുനൻ പറയുന്ന ഈ 4 വരികളുടെ വിവരണത്തിലേക്ക് വന്നാൽ, മോക്ഷദായക ഭഗവാനെ, അവിടുന്ന് ഇതുവരെ അരുളി ചെയ്തതെല്ലാം ഞാൻ ശ്രദ്ധ വെച്ച് കേട്ടു. ആത്മാവിൻ്റെ നിത്യത്വം, ശരീരത്തിൻ്റെ അനിത്യത്വം, ഇതെല്ലാം നല്ലവണ്ണം മനസ്സിലായി. അതിലേക്ക് യഥാസന്ദർഭം ഉപയോഗിച്ച യുക്തികളും പ്രമാണങ്ങളും വസ്തുത ഗ്രഹിക്കാൻ കൂടുതൽ പ്രയോജനപ്പെടുകയും ചെയ്തു. എന്നാൽ കർമ്മം ബന്ധകാരണമാവാതിരിക്കാൻ നിർദ്ദേശിച്ചു തന്ന മാർഗം അത്ര സുഗമമായി ബോധ്യം വന്നില്ല. ബോധ്യമായിടത്തോളമാണെങ്കിൽ കർമ്മം ചെയ്യാതിരിക്കുന്നത് നല്ലതാണെന്ന് പറയണം. പക്ഷേ തസ്മാത് യുദ്ധ്യസോ കർമ്മണ്യേ വാധികാരസ്ഥേ, ഇങ്ങനെ അവിടുന്ന് ഉപദേശിച്ചിരിക്കുന്നത് കൊണ്ട് കർമ്മം ആവശ്യം ചെയ്യേണ്ടതുമായിരിക്കുന്നു. കാമന കൂടാതെ കർമ്മം ചെയ്യണം. ഫലത്തെപ്പറ്റി അല്പവും അഭിലഷിക്കരുത്. അങ്ങനെ കർമ്മം ചെയ്താൽ മനസ്സ് പ്രസന്നമാകും. കാമക്രോധാദി ദോഷവൃത്തികളടങ്ങി ശാന്തമായി തീരും. അപ്പോൾ തന്നെ ജ്ഞാനം അതിൻ്റെ പൂർണ്ണരൂപത്തിൽ ഉദയം ചെയ്യും. അതോടുകൂടി ജന്മസാഫല്യവും പരമപുരുഷാർത്ഥ സിദ്ധിയുമുണ്ടാകും. ഇങ്ങനെയൊക്കെയാണ് കർമ്മമാർഗത്തിലെ സിദ്ധാന്തമെങ്കിൽ പുരുഷാർത്ഥ ലാഭത്തിന്, മോക്ഷത്തിന് ജ്ഞാനം മാത്രം മതിയല്ലോ. കർമ്മം ചെയ്യാതിരിക്കുന്നത് ജ്ഞാനസിദ്ധിക്ക് അധികം പ്രയോജനപ്പെടുമെന്നും തോന്നുന്നു. ഈ സ്ഥിതിക്ക് ഹിംസാത്മകമായ കർമ്മമാർഗത്തിൽ സഞ്ചരിക്കാൻ അവിടുന്ന് എന്നെ എന്തിന് നിയോഗിക്കുന്നു? അർജുനൻ വീണ്ടും തുടർന്ന് ചോദിക്കുകയാണ്. ഭഗവാനെ, അങ്ങയുടെ ഉപദേശം കൊണ്ട് അനുഷ്ഠാന മാർഗം ഇന്നതെന്ന് എനിക്ക് വ്യക്തമായി മനസ്സിലായില്ല. കർമ്മമോ ജ്ഞാനമോ ഏതിനെ അനുഷ്ഠിക്കണം? നീ കർമ്മത്തിന് അധികാരിയാണെന്ന് ആദ്യം പറഞ്ഞു. പിന്നെ ജ്ഞാനത്തെ ശരണം പ്രാപിക്കണമെന്നും. ഇപ്രകാരം ഒന്നും വ്യക്തമല്ലാതെ മിശ്രപ്പെടുത്തി അവിടുന്ന് അരുളി ചെയ്തതുകൊണ്ട് എൻ്റെ ബുദ്ധി വേണ്ടതെന്തെന്നറിയാതെ വ്യാകുലപ്പെട്ടു പോകുന്നു. ആകയാൽ എനിക്ക് ശ്രേയോലാഭത്തിനുതകുന്ന ഉത്തമ മാർഗം നിജപ്പെടുത്തി നിർദ്ദേശിച്ചു തരുവാൻ ദയവുണ്ടാകണം. അർജുനന്റെ ചോദ്യത്തിന് ഭഗവാൻ മറുപടി പറയുന്നു. എടോ ശുദ്ധാത്മാവായ അർജുന, ഈ ലോകത്ത് സൽഗതി നേടുവാൻ വ്യവസ്ഥിതമായ 2 മാർഗമുണ്ട്. ജ്ഞാനയോഗമെന്നും കർമ്മയോഗമെന്നും. മനോവൃത്തികളടങ്ങി സമാധിയിൽ ലയിച്ച് ഞാനും ഇക്കാണുന്ന സർവവും ബ്രഹ്മമയമെന്ന് ഭാവന ചെയ്യുകയാണ് ജ്ഞാനയോഗത്തിൻ്റെ ലക്ഷണം. അങ്ങനെയുള്ളവർ ജ്ഞാനയോഗികൾ, അല്ലെങ്കിൽ സാഖ്യന്മാർ. അവർക്ക് ജ്ഞാനമാർഗമാണ് നല്ലത്. മനോവൃത്തികൾ നിലയ്ക്കാതെ, ചിത്തശുദ്ധി വരാതെ മോക്ഷത്തെ ആഗ്രഹിച്ച് പ്രവർത്തിക്കുന്ന മറ്റൊരു കൂട്ടരുണ്ട്. അവരാണ് കർമ്മയോഗികൾ. കർമ്മം ബന്ധമായി തീരാതിരുന്നെങ്കിലേ മോക്ഷം സിദ്ധിക്കൂ. അത്തരം മനസ്ഥിതി ഉണ്ടാക്കുന്നതിന് ഉപകരിക്കുന്നതാണ് കർമ്മയോഗം. കർമ്മയോഗികൾക്ക് കർമ്മയോഗം തന്നെ ഉത്തമം. ഈ 2 മാർഗവും ഞാൻ വ്യക്തമായി നിന്നോട് മുമ്പ് പറഞ്ഞു. രണ്ടും കൂട്ടിക്കലർത്തി ഭ്രമം ജനിക്കത്തക്ക വിധമല്ല പറഞ്ഞിട്ടുള്ളത്. നിനക്ക് ചിത്തശുദ്ധി വന്നിട്ടില്ല. മോക്ഷസിദ്ധിയിൽ ആഗ്രഹമുണ്ട് താനും. അതുകൊണ്ട് നീ കർമ്മത്തിനധികാരിയാണെന്ന് ഉപദേശിച്ച് നിഷ്കാമകർമ്മം കൊണ്ട് ചിത്തശുദ്ധിയും തദ്വാരാ ജ്ഞാനസിദ്ധിയും ഉണ്ടാകും. തന്മൂലം ബുദ്ധോ ശരണമൊമ്പിച്ച എന്ന് ഉപദേശിക്കുമുണ്ടായി. ഇതിൽ എന്തുണ്ട് ഭ്രമിക്കാൻ? സർവസംഘ പരിത്യാഗം ചെയ്ത് പരമാർത്ഥ തത്വം യുക്തിയുക്തമായി ബോധ്യപ്പെട്ട സാഖ്യന് ജ്ഞാനമാർഗം, പരമാർത്ഥ തത്വം ബോധ്യപ്പെടാത്തവന്, ചിത്തശുദ്ധി വരാത്തവന്, ബന്ധമുണ്ടാകാത്ത വിധം കർമ്മത്തിൽ പരിചയിക്കുന്നവന് കർമ്മമാർഗം. ഇതാണ് ജ്ഞാനയോഗത്തിനും കർമ്മയോഗത്തിനും തമ്മിൽ വ്യത്യാസം. രണ്ടിൻ്റെയും ലക്ഷ്യമൊന്ന്, മോക്ഷം. മാർഗം രണ്ടെന്നേയുള്ളൂ. ഭഗവാൻ വീണ്ടും പറയുന്നു, വാക്കുകൊണ്ടും മനസ്സുകൊണ്ടും ശരീരം കൊണ്ടും കർമ്മം ചെയ്യാതിരിക്കുകയാണ് നിഷ്കർമ്മത്വം. കേവലം ബാഹ്യമായി കർമ്മങ്ങളൊന്നും ചെയ്യുന്നില്ലെന്ന് വെച്ച് അത് നിഷ്കർമ്മതയാകയില്ല. അങ്ങനെ ശാരീരികമായ കർമ്മങ്ങളെ, ബാഹ്യകർമ്മങ്ങളെ ഉപേക്ഷിക്കുന്നത് കൊണ്ട് മുക്തി ലഭിക്കുന്നതുമല്ല. കർമ്മം അഥവാ പ്രവൃത്തി ഉപേക്ഷിക്കുക തന്നെ സാധ്യമല്ലെന്ന് ഭഗവാൻ പ്രസ്താവിക്കുന്നു.